സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ബന്ദർ ഡയറക്റ്റഡ് ബൈ അനുരാഗ് കശ്യപ്. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മീ ടു എന്ന് പറയുന്ന മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. 2017 സമയത്തായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നത്. ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 തനുശ്രീ ദത്ത, ആഷിഖ് ബനായ ആപ്നെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മെയിൻ നായിക. ഈ തനുശ്രീ ദത്തയാണ് നാനാ പട്ടേക്കർക്കെതിരെ മീ ടു അലിഗേഷൻ കൊടുത്തത്. അതായിരുന്നു ആദ്യത്തെ ഒരു വലിയ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം സാജിദ് ഖാൻ അടക്കം, പിന്നെ വികാസ് ബഹലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാൻറ്റം ഫാൻറ്റം ഫിലിംസ് എന്ന് പറയുന്ന ഒരു കിടിലം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി സിനിമകളെല്ലാം തന്നിരുന്നായിരുന്നു. അനുരാഗ് കശ്യപ് അതിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു. അപ്പോൾ വികാസ് ബഹലിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു അലിഗേഷൻ കാരണം ഈ പറയുന്ന ഫാൻറ്റം ഫിലിംസ് തന്നെ പൂട്ടിപ്പോയി. അപ്പോൾ പിന്നീട് അനുരാഗ് കശ്യപിനെതിരെ ഒരു മീ ടു അലിഗേഷൻ വന്നിരുന്നു. അപ്പോൾ അനുരാഗ് കശ്യപിന് ആ മീ ടു അലിഗേഷൻ വന്നപ്പോൾ തപ്സി പന്നു അടക്കമുള്ള ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു തെളിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനുരാഗ് കശ്യപിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള അലൈബയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. സമൂഹത്തിൽ നടക്കുന്ന ഭൂരിഭാഗം സെക്ഷൽ അസോൾട്ടിന്റെയും ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഈ സെക്ഷൽ പ്രിഡേറ്റേഴ്സിനെല്ലാം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് നിയമം അനുശാസിക്കുന്ന കൃത്യമായിട്ടുള്ള ശിക്ഷകളെല്ലാം നൽകണം. ഈ മീ ടു എന്ന് പറയുന്ന മൂവ്മെന്റ് തെറ്റായി മിസ്യൂസ് ചെയ്തിട്ടുള്ള സ്ത്രീകളും ഉണ്ട്, ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അനുരാഗ് കശ്യപിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അലൈബൈ ഉള്ളതുകൊണ്ടായിരുന്നു അന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാൾക്ക് ബന്ദർ എന്ന് പറയുന്ന സിനിമ വളരെ റോ ആയിട്ട്, വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. അതാണ് ഈ സിനിമ. നമുക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ DCP ഡീറ്റെയിൽസും എല്ലാം ചെക്ക് ചെയ്യാം. വെൽക്കം ടു സിനിമയും ഞാനും. ബന്ദർ ഒരു ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ മൂവിയാണ്. 1.85:1 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഫ്ലാറ്റ് സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെ കാണുക. സംവിധായകൻ എന്താണോ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെ കാണുക. നമ്മുടെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന സമീർ. പുള്ളിക്കാരൻ ഒരു പഴയ സെലിബ്രിറ്റിയാണ്. പുള്ളിക്കാരൻ്റെ ഫെയിമും കാര്യങ്ങളൊക്കെ അസ്തമിച്ചുകൊണ്ട് വരികയാണ്. ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു. ആ സ്ത്രീ ഇയാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുന്നു. ഈ കേസ് കൊടുത്ത് ഇയാൾ ജയിലിലാകുന്നു. 15 ദിവസം റിമാൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സമീർ എന്ന് പറയുന്ന ആളുടെ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണിയാണ് ബന്ദർ എന്ന് പറയുന്ന ഈ സിനിമ പറയുന്നത്. ശരിക്കും നടന്നത് എന്താണ്, ഫാക്ട്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് ഒപ്പീനിയൻ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ ആ സർക്കസിലെ കുരങ്ങുകളുടെ കഥ അനുരാഗ് കശ്യപ് പറയുമ്പോൾ വളരെ റോ ആയിട്ട്, ഗ്രിറ്റി ആയിട്ട്, ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് പുള്ളിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്ന ജയിലാണ്. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകുന്ന ഒരാൾ, അയാൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ബാക്കിയുള്ള ജയിലിലുള്ള ഇൻമേറ്റ്സ്. അപ്പോൾ ഇൻമേറ്റ്സിന് എല്ലാവർക്കും ഓരോരോ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ഈ ഫ്ലാഷ് ബാക്കിൽ ഇയാളുടെ അതേ സമാനമായിട്ടുള്ള അതേ അവസ്ഥ നേരിടുന്ന ആളുകൾ, ഇത്രയും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഉണ്ടല്ലോ, അനുരാഗ് കശ്യപിന്റെ സ്റ്റൈലായിട്ടുള്ള വളരെ ഡാർക്കായിട്ടുള്ള ഈ സിനിമയിൽ കാണിക്കുന്ന ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ജയിലിൽ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ജയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെട്രിമാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസാരണ എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ മധുർ ഭണ്ഡാഗറിന്റെ, നീൽ നിതിൻ മുകേഷിന്റെ ജയിൽ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ തന്നെയുണ്ട്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ജയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അനുരാഗ് കശ്യപിന്റെ സിനിമയിലെ ജയിൽ എന്ന് പറയുമ്പോൾ ആ ജയിൽ എന്താണോ നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്, ആക്ടേഴ്സിന്റെ എല്ലാം കിടിലൻ പെർഫോമൻസ് ആണ്. ഈ പടത്തിൽ ഒരു കിടിലൻ ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരുടെയും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും ഉണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു ജയിലാണ് എന്നുള്ളൊരു ഫീല് ഈ സിനിമയ്ക്ക് നൽകാൻ അനുരാഗ് കശ്യപിന് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു വാച്ച് ഒന്നും ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല പിങ്ക് കളറിൽ ബന്ദർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഒട്ടും കളർഫുൾ അല്ല. ഈ സിനിമയുടെ ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഡാർക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ബോബി ഡിയോൾ പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറയാം. അതിനകത്ത് സാനിയ മൽഹോത്രയായിട്ട് ജയിലിന്റെ രണ്ടും അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൽ പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗ്, ആ സമയത്തുള്ള സൗണ്ട് മോഡുലേഷൻ, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ്. പുള്ളിയുടെ കരിയറിലെ കിട്ടില്ല പെർഫോമൻസ് ആണ് ബന്ദർ എന്നുള്ള ഈ സിനിമയിൽ കാണുന്നത്. പിന്നെ അത് നെക്സ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഖാമോഷിയ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് കിടിലം പാട്ടുകളാണ്. കാരണം ഭട്ട് ക്യാമ്പിൽ നിന്ന് വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഖാമോഷൻ ഇപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള നായികയായിരുന്നു സപ്ന പബ്ബി. പുള്ളിക്കാരിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ഫീച്ചറാണ്. ആ പടത്തിൽ ഇതൊരു ഹൊറർ ഫിലിമാണ്. ഈ സിനിമയിലാണെന്നുണ്ടെങ്കിൽ കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ചില സമയത്ത് ഇതിന് ഡയലോഗ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡയലോഗ്സ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും പുള്ളിക്കാരിയുടെ ആ ഫേസ് റിയാക്ഷനൊക്കെ കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു. ഖാമോഷിയാനിൽ അഭിനയിച്ചതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് രണ്ടു സീരീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊരു ബ്രേക്ക് ത്രൂ റോളാണ്. ഇത് കിടിലനായിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പക്കാ കാസ്റ്റിംഗ് ആയിരുന്നു.
പിന്നെയുള്ള ജിതേന്ദ്ര ജോഷി. ജിതേന്ദ്ര ജോഷി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. മറാഠി പോലീസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ട്. അവിടെ ബോബി ഡിയോൾ ഉണ്ട്. അതിനിടയിൽ സബ ആസാദ് വരുന്നുണ്ട്. അതുകൂടാതെ സാനിയ മൽഹോത്ര ആയിട്ടും കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. അപ്പം ആ സമയത്തെല്ലാം ബാക്കി എല്ലാവരും തന്നെ പുള്ളിക്കാരൻ അവരെല്ലാവരെക്കാളും ഓവർ പവർഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ള കിടിലൻ പെർഫോമൻസ് ആണ്. ആ ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസിലുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒരു പക്ക റോയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവം കാണുന്ന ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ക്യാമറ ആംഗിൾസ് വെച്ചിരിക്കുന്നതും മൊമെന്റ്സ് എല്ലാം അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ജിതേന്ദ്ര ജോഷി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഉള്ളതാണ് റിദ്ധി സെൻ. അറിയാലോ, നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഇതിനകത്തൊരു വക്കീൽ റോളാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നമ്മൾ നോട്ട് ചെയ്യും. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി എന്നുള്ളത്. ആ വക്കീൽ പറയുന്ന ഡയലോഗ്സ്, പുള്ളിക്കാരൻ നമ്മൾ ഒരു റിയൽ വക്കീൽ, അതായത് ആ വക്കീലിന്റെ ഫ്രസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിദ്ധി സെൻ ചുമ്മാ ടോപ്പ് പെർഫോമൻസ് ആണ്. പിന്നെ സാനിയ മൽഹോത്രയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല, പക്ഷെ ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട് ബോബി ഡിയോൾ ആയിട്ടുള്ള, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻ ഒരു കിഡിലൻ സീനാണത്. പിന്നെ മലയാളിയായിട്ടുള്ള നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ, നമ്മൾ ആരും പുള്ളിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് എല്ലാവർക്കും. പുള്ളിക്കാരനെ അനുരാഗ് കശ്യപ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ബോബി ഡിയോളും സപ്നയുടെയും ക്യാരക്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. ലിജോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. മലയാളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്കാരൻ ഡീസൻ പെർഫോമൻസ് ആയിരുന്നു. ഇടയ്ക്കിടെ മലയാളം ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു പുള്ളി. പിന്നെ രാജ്ബി ഷെട്ടി, എനിക്ക് തോന്നുന്നു സൗഹൃദത്തിന്റെ പുറത്ത് പുള്ളി വന്നതായിരിക്കാം. കാര്യമായിട്ടൊന്നുമില്ല, കുറെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ചന്ദ്രചൂട ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് രാജ്ബി ഷെട്ടിയുടെ പാട്ടല്ല, അത് പരമശിവന്റെ പാട്ടാണ്. അപ്പൊ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. മേ ബി കോയിൻസിഡന്റൽ ആയിരിക്കില്ല, അവർ വെച്ചതായിരിക്കാം. കാരണം പുള്ളി പോപ്പുലർ ആയിട്ടുള്ളത് ആ പാട്ടിന്റെ ആയിരുന്നല്ലോ. പിന്നെ സബ ആസാദും ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് സൈക്കോളജി, ഇതാണ് നമ്മൾ വളരെ റോ ആയിട്ട് ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് സ്ക്രീനിൽ കാണുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. ഈ സിനിമയുടെ ഫൈനൽ ആക്ടിലേക്ക് എത്തുമ്പോൾ ഈ സമീർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടർ ജയിലിൽ കണ്ണാടി ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിൽ പുള്ളിയുടെ ആ ഒരു മെന്റൽ ട്രോമ, പുള്ളിക്കാരൻ ആ ഫിസിക്കൽ അബ്യൂസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പുള്ളിയുടെ ഒരു ആ അവസ്ഥ ഈ അനുരാഗ് കശ്യപിന്റെ ഈ ഒരു മാസ്റ്റർ ഫിലിം മേക്കറിന്റെ വോയിസ് ഓവറിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയാൽ പോലും നമ്മൾ ഈ സിനിമയെക്കുറിച്ച് മറക്കില്ല. അതൊക്കെയുള്ള ഈ ഹാർഡ് ഹിറ്റിംഗ് എന്ന് പറയുന്നത്. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സിനിമ പോകില്ല. അതാണ് അനുരാഗ് കശ്യപിന്റെ ബന്ദർ. അവസാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അനുരാഗ് കശ്യപ് മങ്കി ഇൻ എ കേജ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ അയക്കാൻ വെച്ചിരിക്കുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും OTT ഉണ്ടാവില്ല. അറിയാലോ, പുള്ളിക്കാരൻ്റെ സിനിമകളെല്ലാം ഈ കെന്നഡി അടക്കം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അതിൻ്റെ OTTയും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. അതിനുള്ളത് ഉണ്ട് ഈ പടത്തിൽ.